ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത പ്രഡിക്ഷൻ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചു പോകേണ്ട, എന്തായാലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അതുപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പുള്ള മാർക്കുകളാണ്, വെറുതെ മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഉറപ്പിച്ചു പോകാൻ പറ്റുന്ന മാർക്കുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ മാർക്ക് നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്യണം. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട ശേഷം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും, അത് ഷുവറാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായ ശേഷം അടുത്ത ക്ലാസ്സും, മുമ്പത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും കണ്ടു തീർക്കുക. ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് അത്രയേറെ യൂസ്ഫുൾ ആണ്. അത്രയും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ, അതായത് നിങ്ങളുടെ മാർക്ക് അത്രയും കൂട്ടാൻ അത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മിസ്സാക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ LDC, LGS ഈ രണ്ട് ബാച്ചിലും, അതായത് ഏത് എക്സാമിനാണോ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിന് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ LDC ആണോ LGS ആണോ ഏതിനാണോ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബാച്ച് ക്ലോസ് ചെയ്യൊന്നുമില്ല, അതായത് ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഈ രീതിയിലൊന്നുമല്ല. നിങ്ങൾ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അത്രയും വേഗം നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വേരിയേഷൻ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു അതിൽ കുറച്ച് സ്റ്റെപ്സ് ഞാൻ പറയുന്നുണ്ട്. ആ സ്റ്റെപ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ തരുന്ന ക്ലാസ് കണ്ട ശേഷം വേണം നിങ്ങൾ ആ സ്റ്റെപ്സിലേക്ക് കടക്കാൻ. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്സ് ആദ്യം അതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാച്ചിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഈ നമ്പറിൽ മെസ്സേജ്, ഇവിടെ ഒരു നമ്പർ എഴുതി വരുന്നില്ല, ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസിന്റെ വീഡിയോ ഷെയർ ചെയ്ത് തരും. ശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും പറയുന്നു എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എപ്പോഴാണോ പറ്റുന്നത്, ഇന്ന് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ. നേരത്തെ നിങ്ങൾ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ എത്താൻ, അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് അത്രയും ബൂസ്റ്റ് ആവും. നിങ്ങൾക്കൊരു ഉറപ്പാവും ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും ഞാൻ ഉണ്ടാവും, ആദ്യത്തെ റാങ്കുകളിൽ തീർച്ചയായും നിങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആദ്യ റാങ്കുകളിൽ തീർച്ചയായും നിങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 10th പ്രിലിംസ് ഇത് കഴിഞ്ഞ ശേഷം ജോയിൻ ചെയ്യാനും ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പലരും എനിക്ക് മെസ്സേജ് അയച്ചാൽ സാറേ പ്രിലിംസ് ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം ഒന്ന് ജോയിൻ ചെയ്യാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ശേഷം ജോയിൻ ചെയ്താലും മതി. ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തീർച്ചയായും അതിൽ ഞാൻ 100% നിങ്ങളുടെ ഒപ്പം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പ്രിലിംസിനെയാണ്. നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ അല്ലെങ്കിൽ ബെവ്കോ LDCയുടെ ഈ പ്രിലിംസിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യേണ്ട ടൈമാണ്. റിവിഷൻ ഇല്ലാതെ എക്സാമിന് പോകരുത്. പ്രത്യേകിച്ച് പ്രിലിംസ് കൂടെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നിട്ട് അങ്ങോട്ട് കുഴപ്പിക്കുക ചെയ്യുക. ഓക്കെ, നമുക്ക് അറിയുന്ന സാധനമാവും, അതിനെ തന്നെ തിരിച്ചും മറിച്ചും ചോദിക്കും. ഓപ്ഷൻ എയിൽ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനും കൊടുക്കും. സിമ്പിൾ ആയിട്ട് നമ്മൾ ആ തെറ്റുത്തരത്തിലേക്ക് പോകും. അപ്പോൾ സെറ്റായിട്ട് റിവിഷൻ ചെയ്യുക. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം അത്രയും ഉറപ്പാണ് വേണ്ടത്. അറിയാം എന്നുള്ളതല്ല, അതൊരു ഉറപ്പാണ്. അത് എനിക്ക് അറിയും, എങ്ങനെ ചോദ്യം വന്നാലും ഞാൻ ആൻസർ ചെയ്യും. ആ ഉറപ്പ് നിങ്ങളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. സിമ്പിളായിട്ട് പ്രിലിംസ് ഒക്കെ ക്രാക്ക് ചെയ്ത് മെയിൻസിലും നിങ്ങൾ ആദ്യ ലിസ്റ്റിൽ തന്നെ വരട്ടെ. പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGSനും നമ്മുടെ ഈ LGSന്റെ ബാച്ച് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ LGSന്റെ ബാച്ച് 2027 LGS ബൂസ്റ്റർ ബാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSനും അത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന LGSനും നിങ്ങൾക്ക് അതേ ബാച്ച് യൂസ് ചെയ്യാം. കാരണം 2027 LGS എക്സാം വരെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. ഇനി LDC ബാച്ച് ആണെങ്കിൽ അത് VFAക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. LDCയുടെയും VFAയുടെയും അത് രണ്ടിന്റെ സിലബസ് വെരിഫൈ ചെയ്തവർക്ക് അറിയാം, രണ്ടും ഏകദേശം സെയിം ആണ്. അപ്പോൾ LDC ബാച്ച് എടുത്തവർക്ക് ഈ VFAക്കും അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. ഓക്കെ, VFAയുടെ ബാച്ച് തുടങ്ങുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ക്രാഷ് ബാച്ച് ഇതുവരെ പ്ലാനിലില്ല. അതായത് ക്രാഷ് ബാച്ച് പെട്ടെന്ന് തരികയാണെങ്കിലും നല്ല ആവശ്യമായ സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേണം തരാൻ. അപ്പൊ ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ LDC ബാച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് VFAക്കും അത് യൂസ്ഫുൾ ആവും, പിന്നീട് അത് LDCക്കും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾ നോക്കി ചെയ്യുക. VFA ബാച്ച് ഉറപ്പായിട്ടില്ല കേട്ടോ, ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ മിസ്സാക്കരുത്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നല്ലൊരു ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ അധികം ഒന്നും പറയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പലരിലേക്കും ഇപ്പോഴും ഇത് എത്തിയിട്ടില്ല. പലരുടെയും മെസ്സേജ് കാണുമ്പോൾ സത്യമായിട്ട് നല്ല വിഷമമുണ്ട്. അതായത് ഇങ്ങനെയൊക്കെയാണ് മെസ്സേജ് ഒക്കെ, സാറേ ഇപ്പോഴാണ് ക്ലാസ് ആദ്യമായിട്ട് കാണുന്നത്, ഇന്നാണ് ഈ ചാനൽ കണ്ണിൽ പെട്ടതെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും വിഷമം തോന്നും. ഇതൊക്കെ നേരത്തെ എത്തിയില്ലെങ്കിൽ അവരും ആഗ്രഹിക്കുന്നുണ്ട്, ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ എല്ലാവരിലേക്കും എത്തണമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ PSC പഠിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് കൂടെ ഉപകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഓരോ ആളുകളുടെയും നല്ല അഭിപ്രായങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ അവരോട് നന്ദി പറയുകയാണ്. കാരണം അതിനാണെങ്കിലും ഒരു 2-3 സെക്കൻഡ് ആണെങ്കിലും അതിന് മാറ്റി വെക്കുന്നവർക്കും
താങ്ക്സ് ഉണ്ട്, അതായത് നന്ദിയുണ്ട്. കാരണം അതും മാറ്റി വെക്കാത്ത ആളുകളുടെ ഇടയിലും നിങ്ങളത് മാറ്റി വെച്ച് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല സ്ട്രെസ് എടുത്തിട്ടുണ്ട്, അതായത് നല്ല ഇതിൽ പണിയെടുക്കാണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ എത്തിച്ചു തരണമെങ്കിൽ ഇതിൻ്റെ ചുറ്റും കടന്ന് നല്ല പണിയെടുക്കണം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ സത്യമായിട്ടും ഉള്ളിൽ നല്ല സന്തോഷമുണ്ട്. ഇനിയും വീഡിയോസ് വരും, ഇനിയും നല്ല ക്ലാസ്സുകൾ വരും. നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാം. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കണം കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് മാത്രം നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കലല്ല, ഏറ്റവും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മാർക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരലാണ്. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വർഷം മാത്രമായിട്ട് ചോദിക്കാനാണ് കൂടുതൽ ചാൻസ്. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993 ഒക്ടോബർ 12 കേട്ടോ. ഒക്ടോബർ 12. ഈ ഒക്ടോബർ 12 ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ വിവരാവകാശ കമ്മീഷനും രൂപീകൃതമായത് എപ്പോഴാണ്? ഒക്ടോബർ 12 അപ്പൊ ചോദ്യം വരും, മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്. 2005 കേട്ടോ. 2005 വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അപ്പൊ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വർഷം ചോദിച്ചാൽ അത് 2005 ആണ്. 2005 വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ചോദ്യം വരുന്നുണ്ടോ? പ്രിലിംസിൽ അതിന്റെ ആൻസർ വരാൻ ഏറ്റവും ചാൻസ് 2005 ആണ്. 2005 ആൻസർ വരുന്ന ചോദ്യമാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. ഇനി വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ഡേറ്റ് സഹിതമാണ് ചോദിക്കുന്നതെങ്കിൽ 2005 ഒക്ടോബർ 12. അപ്പൊ രണ്ടും ഒക്ടോബർ 12 ആണ്. ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായതും വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായതും ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993 വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 രണ്ടിന്റെയും ഡേറ്റ് സെയിം ആണ്, ഒക്ടോബർ 12. അപ്പൊ ഈ 2 വർഷങ്ങളൊന്ന് പ്രതീക്ഷിച്ചു പോയിക്കോ. ഒന്നുകിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം ചോദ്യം വരും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993 വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ കമ്മീഷൻ ആണ്. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ശ്രദ്ധിക്കുക, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് ചോദ്യം വന്നാൽ അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ശ്രദ്ധിക്കണം, മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണെങ്കിൽ അത് സുപ്രീം കോടതിയാണ്. പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് കേട്ടോ. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരുന്ന ഉറപ്പാണ്, ഉറപ്പിച്ചു പോയിക്കോ. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വന്ന, ആദ്യ ചെയർമാൻ ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ചോദ്യം വരും, മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഓക്കെ. ആദ്യ സ്ഥിരാംഗമായ വനിത ചോദ്യം വരും. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ സ്ഥിരാംഗമായ വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇതുവരെ അധ്യക്ഷയായിട്ടില്ല. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ അധ്യക്ഷനാവാത്തതായിരുന്നൊക്കെ ചോദ്യം വന്നാൽ അത് ജസ്റ്റിസ് ഫാത്തിമ ബീവി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ. അപ്പൊ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പറഞ്ഞു? 1993 എന്നുള്ള ആ വർഷം എന്തായാലും പഠിച്ചു പോകണം. പിന്നെ വിവരാവകാശം ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വിവരാവകാശത്തിന്റെ വർഷമാണ് മനുഷ്യാവകാശത്തിനേക്കാൾ ചാൻസ് കൂടുതൽ. 2005 കേട്ടോ. 2005 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് ചോദിക്കുക. ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12.
ഇനി കേരള സംസ്ഥാനമാണ് ചോദ്യം വരുന്നെങ്കിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് 1998. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഡിസംബർ 11 കേട്ടോ, ഡിസംബർ 11. ഇത് കേരള സംസ്ഥാനം, ചിലപ്പോൾ അതാവും ചോദ്യം വരാൻ, കുഴപ്പിക്കാൻ ചിലപ്പോൾ അത് വന്നാലോ. അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോന്ന് ചോദ്യം വന്നാലാണ് ഏത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993 ഒക്ടോബർ 12. എന്തായാലും വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം ഏതാണ്? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വരും. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, ഈ പേര് എന്തായാലും ചോദ്യം വരും. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ അധ്യക്ഷൻ. അപ്പൊ അത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്തത് പ്രകാശ പ്രതിഭാസങ്ങളാണ് അല്ലെ. പ്രകാശ പ്രതിഭാസങ്ങൾ അത് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് വിസരണം. വിസരണം എന്തായാലും അറിഞ്ഞിരിക്കണം. വിസരണം എന്തിനൊക്കെ കാരണമാണ്? വിസരണം പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറഞ്ഞുതരാം. വിസരണം ചോദ്യം വന്നാൽ ഒന്ന് ആകാശ നീലിമയ്ക്ക് കാരണം, പിന്നെ അതുപോലെ തന്നെ കടലിന്റെ നീല നിറത്തിന് കാരണം. ഇത് രണ്ടും വിസരണമാണ് കേട്ടോ, ഇത് രണ്ടും വിസരണം. ഓക്കെ, ആകാശ നീലിമയ്ക്ക് കാരണം, ആകാശത്തിന്റെ നീല നിറം അല്ലെങ്കിൽ ആകാശ നീലിമയ്ക്ക് കാരണവും കടലിന്റെ നീല നിറത്തിന് കാരണവും ഏതാണ്? അത് രണ്ടും വിസരണമാണ്. വിസരണം. കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ ഇന്ത്യക്കാരനാണ് അല്ലെ, നമ്മുടെ ഭാരതീയനായ CV രാമൻ. ഓക്കെ, CV രാമനാണ്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എന്നൊക്കെ ചോദ്യം വന്ന അതാരാണ്? അത് CV രാമനാണ്. CV രാമന് 1930 എന്ത് ലഭിച്ചത്? നോബൽ സമ്മാനം ലഭിച്ചത് ഭൗതിക ശാസ്ത്രത്തിന്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോ CV രാമനാണ് എന്ത് കടലിന്റെ നീല നിറത്തിന് കാരണം അല്ലെ, കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത് ആരെന്ന് ചോദ്യം വന്നതാരാണ്? CV രാമൻ. അപ്പൊ ആകാശ നീലിമയ്ക്ക് കാരണം കണ്ടെത്തിയത് ആരാണ്? റെയ്ലി പ്രഭു. ആരാണ്? റെയ്ലി പ്രഭു ആണ് കേട്ടോ, റെയ്ലി പ്രഭു ആണ് എന്ത് ആകാശ നീലിമയ്ക്ക് കാരണം കണ്ടെത്തിയത്. ലോർഡ് റെയ്ലി അഥവാ റെയ്ലി പ്രഭു ആണ്. ഓക്കെ, അപ്പൊ വിസരണമാണ് എന്തിന് കാരണം? ആകാശ നീലിമയ്ക്ക് കാരണം ചോദ്യം വന്നാലും, പിന്നെ അതുപോലെ തന്നെ കടലിന്റെ നീല നിറത്തിന് കാരണം വന്നാലും ഏതാണ്? അത് രണ്ടും വിസരണമാണ്. അടുത്തത് അപവർത്തനം. ഓക്കെ, അടുത്തത് അപവർത്തനം ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളതും അപവർത്തനമാണ്. അപവർത്തനത്തിൽ എന്തൊക്കെ ചോദിക്കാം? ഒന്ന്, നമ്മൾ പെൻസിൽ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ അത് വേർതിരിഞ്ഞ് കാണും അല്ലെ, അതായത് ഇവിടെ മുക്കി വെച്ച സാധനത്തിലല്ല, അത് അതിന്റെ ഇത് മാറിപ്പോകും, അതായത് പോകുന്ന പാത മാറി നിൽക്കുന്നത് പോലെ തോന്നും. അപ്പൊ പെൻസിലുമായി ബന്ധപ്പെട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ പെൻസിൽ ഇങ്ങനെ അതായത് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ഇത് മാറി കിടക്കുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇത് അപവർത്തനം കൊണ്ടാണ് കേട്ടോ. പിന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് പോലെ തോന്നില്ലേ, നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിന് കാരണം ഏതാണെന്ന് ചോദിച്ചാലും അപവർത്തനാണ്. ഇത് രണ്ടും പഠിച്ചു വെക്കണം. ഒന്ന് ഏതാണ്? പെൻസിൽ അല്ലെങ്കിൽ ഒരു വടി ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ച് അതിന്റെ പാത മാറിയതായിട്ട് നമുക്ക് തോന്നും, അതിങ്ങനെ വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതിന് കാരണം എന്താണ്? അപവർത്തനം. ഇത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പെൻസിൽ വെള്ളത്തിൽ ലംബമായി മുക്കി വെച്ചാൽ ഇങ്ങനെ മാറിക്കിടക്കുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഏത് പ്രകാശ പ്രതിഭാസം കാരണമാണെന്ന് ചോദ്യം വന്നാൽ അത് ഏതാണ്? അപവർത്തനമാണ് കേട്ടോ. ഏതാണ്? അപവർത്തനം. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് മരുഭൂമിയിലെ മരീചിക. ഓക്കെ, മരുഭൂമിയിലെ മരീചിക, അതും എന്തിന് ഉദാഹരണമാണ്? അപവർത്തനം. ഓക്കെ, അതിനും കാരണം ഏത് പ്രകാശ പ്രതിഭാസമാണെന്ന് ചോദ്യം വന്ന ഏതാണ്? അപവർത്തനമാണ് കേട്ടോ. ഏതാണ്? അപവർത്തനം. രണ്ടും ക്ലിയർ അല്ലേ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം ചിലപ്പോൾ ചോദ്യം വരും, അത് അപവർത്തനമാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് വടി അല്ലെങ്കിൽ പെൻസിൽ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാത മാറിക്കിടക്കുന്നതായി തോന്നുന്നതും എന്തുകൊണ്ടാണ്? അപവർത്തനം കാരണമാണ്. അതും അപവർത്തനമാണ് കേട്ടോ, അതും അപവർത്തനാണ്. പിന്നെ മരുഭൂമിയിലെ മരീചികക്ക് കാരണമായത് ഏതാണ്? അതും അപവർത്തനാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം മഴവില്ല് പ്രകീർണനം. മഴവില്ലിന് കാരണം ഏതാണ്? പ്രകീർണനം. ഓക്കെ, മഴവില്ലിന് കാരണം പ്രകീർണനമാണ്. അതും ക്ലിയർ അല്ലേ? മഴവില്ലിന് കാരണം ചിലപ്പോൾ ചോദ്യം വരും, മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതെന്ന് ചോദ്യം വന്നാൽ അതേതാണ്? പ്രകീർണനം. മഴവില്ലിന് കാരണമായത് പ്രകീർണനം. പിന്നെ CD-യിൽ ഇങ്ങനെ നമുക്കിങ്ങനെ കളർ കാണില്ലേ, അതിന് കാരണം എന്താന്ന് ചോദ്യം വന്നാൽ അത് വിഭങ്കനമാണ് കേട്ടോ. പിന്നെ നിഴലുകളുടെ അരിക് ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണവും ഏതാണ്? അതും വിഭങ്കനമാണ്. അപ്പൊ അത്രയൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. വിസരണം എന്തായാലും പഠിച്ചോ. കടലിന്റെ നീല നിറത്തിന് കാരണം, ആകാശ നീലിമയ്ക്ക് കാരണം, രണ്ടും
അതും വിസരണമാണ്. CV രാമൻ ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് CV രാമനാണ്. ആരാണ്? CV രാമൻ. CV രാമനാണ്. അവിടെ ക്ലിയർ ആവണം. CV രാമൻ ക്ലിയർ ആവണം. CV രാമൻ സെറ്റ് ആവണം. പിന്നെ അതുപോലെ തന്നെ ആകാശ നീലിമയ്ക്ക് വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലി അഥവാ റെയ്ലി പ്രഭുവാണ്. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയതാണ് CV രാമൻ. ഭാരതീയനായ CV രാമൻ, നമ്മുടെ ഇന്ത്യക്കാരനായ CV രാമനാണ്. അവിടെ ക്ലിയർ ആണല്ലോ. ഓക്കെ, വിസരണം ക്ലിയർ ആയി. അപവർത്തനം പെൻസിൽ ഇങ്ങനെ മുക്കി വെക്കുന്നത് ആലോചിക്കുക. അപവർത്തനം പെൻസിൽ ഇങ്ങനെ മുക്കി വെച്ചാൽ അതിന്റെ അതായത് മാറിക്കിടക്കുന്നത്, പാത മാറിക്കിടക്കുന്നത് പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപവർത്തനം കാരണമാണ് കേട്ടോ. അപവർത്തനം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണവും അപവർത്തനം, മരുഭൂമിയിലെ മരീചികക്ക് കാരണവും അപവർത്തനം. ഇതിലേതെങ്കിലും ഒരു ചോദ്യം പ്രകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചോ. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആണ്. പിന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കേരള സിംഹം. ഒന്നുകിൽ ഇങ്ങനെ ചോദ്യം വരും, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? സർദാർ KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ എന്താണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരും, എന്താണ്? കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? സർദാർ KM പണിക്കർ. അപ്പൊ കേരള സിംഹം എന്ന കൃതിയും സർദാർ KM പണിക്കറിൻ്റെതാണ്. കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? അതും സർദാർ KM പണിക്കരാണ്. ഓക്കെ, അപ്പൊ പഴശ്ശിരാജയുമായി ബന്ധപ്പെടുത്തി കുറച്ച് ആൾക്കാരെ ചോദിക്കും. തലക്കൽ ചന്തു ചിലപ്പോൾ ചോദ്യം വരും. പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. അത് ചിലപ്പോൾ ചോദ്യം വരും. അല്ലെങ്കിൽ കുറിച്യ കലാപത്തിന്, റിപ്പീറ്റിംഗ് ആണ്, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്നും ചോദ്യം വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. കുറിച്യ കലാപം നടന്ന വർഷവും ചോദ്യം വരും. 1812 കുറിച്യ കലാപം. ഓക്കെ, അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ സർദാർ KM പണിക്കർ. ഓക്കെ, പിന്നെ കുറിച്യ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ എന്ന് ചോദിച്ചാലും, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ എന്ന് ചോദിച്ചാലും TH ബാബർ ആണ് കേട്ടോ. TH ബേബർ. നമ്മൾ ബാബർ എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബാബർ എന്നാണ് നല്ലത്. ബാബർ എന്ന് പഠിച്ചാൽ മതി. TH ബാബർ. അപ്പൊ ബാർബർ കണക്ട് ചെയ്യാൻ പറ്റും. തലശ്ശേരി സബ് കളക്ടർ ആണ്. അപ്പൊ തലയിൽ മുടി വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ കേരള സിംഹം എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? അതല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരും, കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? ഏത് ചോദ്യം വന്നാലും സർദാർ KM പണിക്കറാണ്. ഓക്കെ, സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. ക്ലിയർ അല്ലേ? സർദാർ KM പണിക്കർ. ഇദ്ദേഹമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അതും നമുക്ക് എന്തായാലും അത് ഞാൻ അതിൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്തായാലും ചോദ്യം വരും. ഒന്നുകിൽ അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ ആരാന്ന് ചോദ്യം വരും. ഫസൽ അലി കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ജസ്റ്റിസ് ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ. അതിലുണ്ടായിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ. കേരള സിംഹം അല്ല, സർദാർ KM പണിക്കറാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സർദാർ KM പണിക്കർ. അപ്പൊ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ ഉറപ്പിച്ചോ സർദാർ KM പണിക്കറുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലെങ്കിൽ കേരള സിംഹം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ടാവും. കേരള സിംഹം. അതുപോലെ തന്നെ രംഗനാഥ് മിശ്ര ചോദ്യം വരും. ആ വർഷം ചോദ്യം വരും. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം ചോദിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വരും. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. പ്രതീക്ഷിച്ചു പോയിക്കോ, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ചോദ്യം വരും. ക്ലിയർ. അടുത്തത് വരിക വരിക സഹചരേ എന്ന മാർച്ച് ഗാനം രചിച്ചത് ആര് എന്ന് ചോദ്യം വരും. അംഷി നാരായണ പിള്ള. വരിക വരിക സഹചരേ കേട്ടിട്ടുണ്ടാവും. സഹന സമര സമയമായി. അപ്പോ അതാരുടേതാണ്? അത് അംഷി നാരായണ പിള്ള. വരിക വരിക സഹചരെ. ജയ ജയ കോമള കേരള ധരണി ആരുടേതാണ്? ബോധേശ്വരൻ്റെതാണ് കേട്ടോ. അത് ബോധേശ്വരൻ രചിച്ചതാണ്. വരിക വരിക സഹചരെ അംഷി നാരായണ പിള്ള. അംഷി നാരായണ പിള്ള. അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ എന്ന മാർച്ച് ഗാനം രചിച്ചത്. അംഷി നാരായണ പിള്ള. പിന്നെ നമ്മൾ ഏത് പഠിക്കണം? ബോധേശ്വരൻ രചിച്ചത് ജയ ജയ കോമള കേരള ധരണി. ചിലപ്പോൾ ചോദ്യം വരും. അത് ബോധേശ്വരനാണ് രചിച്ചത്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ രചിച്ചത് ആരെന്ന് ചോദ്യം വരും. വന്ദേ മാതരം ചോദ്യം വരും അല്ലെ? വന്ദേ മാതരം. സാരേ ജഹാം സെ അച്ഛ ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് എന്തായാലും ചോദിക്കൂട്ടോ. അപ്പൊ വരിക വരിക സഹചരെ രചിച്ചത് ആരാണ്? വരിക വരിക സഹചരെ രചിച്ചത് അംഷി നാരായണ പിള്ള. അപ്പൊ ഞാൻ അങ്ങനെ ഇടക്കിടക്ക് പാടുമ്പോൾ എന്തോ ഒരു അംശ
അംശം പോലും കേൾക്കാൻ കൊള്ളുന്നില്ല തോന്നില്ലേ? അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തു, ഒരു അംശം പോലും കേൾക്കാൻ കൊള്ളൂല. ഓക്കെ, അപ്പോൾ ഞാൻ പാടുന്നത് വെച്ച് കണക്ട് ചെയ്ത് അയ്യേ ഇതൊന്നും ഒരു അംശം പോലും കേൾക്കാൻ കൊള്ളില്ല, അങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ചു വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് കണക്ട് ആവും. ഞാൻ ഈ പാട്ടാണ് പാടിയത് എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ആവും അല്ലേ? വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുരച്ച് കൈകൾ കോർത്ത്. എങ്ങനെയെങ്കിലും എൻ്റെ പാട്ട് ഇപ്പൊ ഞാൻ കേൾപ്പിക്കണം നിങ്ങൾക്ക് ഒരു അരോചകത്വം ഫീൽ ചെയ്യാനാട്ടോ. അതായത് ഒരു അംശം പോലും കേൾക്കാൻ കൊള്ളില്ല നിങ്ങൾ ആലോചിക്കണം, അപ്പൊ ആൻസർ വരും. അപ്പോൾ വരിക വരിക സഹചര്യ രചിച്ചത് അംഷി നാരായണപിള്ള. ഓക്കെ, കരളുറച്ച് കൈകൾ കോർത്ത് കാൽ നടക്ക് പോകണം, മറ്റേ ലൂസിഫർ സിനിമ കണ്ടതുകൊണ്ട് കിട്ടിയതാ. അപ്പോൾ വരിക വരിക സാഹചര്യ ചോദ്യം വരിക. പിന്നെ ഞാൻ പറയണു, ഞാൻ അങ്ങനെ പാടി പാടി വെറുപ്പിക്കുണ്ടെങ്കിൽ വെറുത്തു, അങ്ങനെ തന്നെ ആലോചിച്ചു. ഒരു അംശം പോലും കേൾക്കാൻ കൊള്ളാന്ന് തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് ആൻസർ വരും. അപ്പോൾ അംഷി നാരായണപിള്ള എന്നുള്ളതുള്ള ആൻസർ നിങ്ങൾക്ക് വരും. ഓക്കെ, അംഷി നാരായണപിള്ളയാണ് വരിക വരിക സാഹചര്യ രചിച്ചത്. അത് ക്ലിയർ അല്ലേ? അപ്പൊ ജയ ജയ കോമള കേരളധരണി രചിച്ചത് ബോധേശ്വരൻ. ജയ ജയ കോമള കേരളധരണി ആരാണ് രചിച്ചത്? ബോധേശ്വരനാണ്. സാരേ ജഹാംസെ അച്ഛ ചിലപ്പോൾ ചോദ്യം വരും കേട്ടോ. സാരേ ജഹാംസെ അച്ഛ രചിച്ചത് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. പിന്നെ വന്ദേ മാതരം രചിച്ചത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പിന്നെ ജനഗണമന രചിച്ചത് ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോർ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. രചിച്ചതും ആലപിച്ചതൊക്കെ വ്യത്യാസം വരാതിരിക്കാൻ മറന്നു പോകരുത്. ആദ്യം അതായത് ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവിയാണ് കേട്ടോ. സരളാദേവിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ദേശീയ പതാക ആദ്യമായി വിദേശത്ത് പോയി ഉയർത്തിയത് ആരെന്ന് ചോദ്യം വരും. അത് മാഡം ഭിക്കാജി കാമ. അതൊരു ചോദ്യം പ്രതീക്ഷിച്ചോ. നമ്മുടെ ദേശീയ പതാക വിദേശത്ത് പോയി ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് നമ്മുടെ ദേശീയ പതാക വിദേശത്ത് പോയി ആദ്യമായി ഉയർത്തിയത്. ആരാണ്? മാഡം ഭിക്കാജി കാമ. ക്ലിയർ? അപ്പോ വരിക വരിക സാഹചര്യ ക്ലിയർ ആയി. ഓക്കെ, പിന്നെ നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് കൂടെ ഒന്ന് പഠിച്ചോ. പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ. പിന്നെ നല്ല ചാൻസ് ഉള്ളതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം ചോദ്യം വരില്ലേ? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. 46 പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതല്ലേ? 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. വർഷം 1936. ക്ലിയർ? കുണ്ടറ വിളംബരം നടന്ന വർഷം ചോദ്യം വരും 1809 കേട്ടോ. കുണ്ടറ വിളംബരം നടന്നത് 1809. പിന്നെ വില്ലുവണ്ടി യാത്ര ചിലപ്പോൾ ചോദ്യം വരും. 1893 വില്ലുവണ്ടി യാത്ര. ഓക്കെ, ഇത് പഠിച്ചിട്ട് പോണേ. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ്? 1936. എന്തൊക്കെ പഠിക്കണം? ചിലപ്പോൾ ഇങ്ങനെയാവും ചോദ്യം വരിക. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വന്നാൽ അത് ക്ഷേത്രപ്രവേശന വിളംബരം. കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് ചോദ്യം വന്നാലാണ് പണ്ടാരപ്പാട്ട വിളംബരം. അതും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ പണ്ടാരപ്പാട്ട വിളംബരം. കർഷകരുടെ മാഗ്ന കാർട്ട, പണ്ടാരപ്പാട്ട വിളംബരം. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ലിയർ? അപ്പൊ അതും സെറ്റായി. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. അതുപോലെ തന്നെ ചോദ്യം വരും വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നുണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതെങ്കിൽ അതിലും ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, എന്താണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. 1914 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ക്ലിയർ? പെർഫെക്റ്റ്. അപ്പൊ 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. TK മാധവൻ. അതും ചോദ്യം വരും. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ ആണെങ്കിലും അതിലും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് വൈക്കം സത്യാഗ്രഹത്തിന് ഒരാൾ സവർണ ജാഥക്ക് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ സവർണ ജാഥയാണ് ഇമ്പോർട്ടന്റ്. സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ അതും ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്ലിയർ.
ഇനി ഈ രണ്ട് കൃതികൾ ഒന്ന് പഠിച്ചോ. രണ്ടും ആരുടെയാണ്? ഒന്ന് വായിച്ചു നോക്കൂ. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി. ഈ രണ്ട് കൃതികളും ആരുടേതാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികളാണ് ഇത് രണ്ടും. ഏതൊക്കെയാണ്? 1.25 കോടി മലയാളികൾ. ആ ചോദ്യം ഒന്ന് പ്രതീക്ഷിച്ചോ. രണ്ടാമത്തതിനേക്കാൾ കൂടുതൽ ഒരു ചാൻസ് ഉള്ളത് 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരും. ഓക്കെ, അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്ന് ചോദ്യം വന്നാൽ ഇത് രണ്ടും പ്രതീക്ഷിച്ചോ. അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. ഒന്ന് കേരളം മലയാളികളുടെ മാതൃഭൂമി, പിന്നെ അതുപോലെ തന്നെ 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ നല്ല ചാൻസ് ഉണ്ട് ചോദ്യം വരാൻ. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. പിന്നെ ആദ്യ മന്ത്രിസഭ നമ്മൾ കുറച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാണ്? ഏക വനിത KR ഗൗരിയമ്മയാണ് അല്ലെ. KR ഗൗരിയമ്മ. റവന്യൂ, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത് KR ഗൗരിയമ്മ. റവന്യൂ, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് കേട്ടോ. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത്. പിന്നെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇത്രയും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഫുൾ മന്ത്രിസഭ ശരിക്കും അറിഞ്ഞിരിക്കണം. എന്നാലും ഈ മൂന്നെണ്ണം എന്തായാലും ഒന്ന് പെർഫെക്റ്റ് ആയി പഠിച്ചു വെക്കുക. ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി പഠിക്കണം. ആരാണ് വിദ്യാഭ്യാസ മന്ത്രി? കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് കേട്ടോ. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി. ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാണ്? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ. റവന്യൂ, എക്സൈസ് എന്നിവയാണ് കൈകാര്യം ചെയ്തത്. ആദ്യ മുഖ്യമന്ത്രി നമുക്കൊക്കെ അറിയാം EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരും. EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. അല്ലെങ്കിൽ കേരളം മലയാളികളുടെ മാതൃഭൂമി ചോദ്യം വരും. ആരുടേതാണ്? അതും EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. ക്ലിയർ? പിന്നെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. നമ്മൾ 1897 അമരാവതി സമ്മേളനം. ആരാണ്? C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ കൃതിയാണ് ഏത്? എന്താണ് 1897 അമരാവതി സമ്മേളനം? നമ്മുടെ INC ഒരേ ഒരു തവണയാണ് ഒരു മലയാളി അധ്യക്ഷൻ വന്നിട്ടുള്ളത്. അത് 1897 അമരാവതി സമ്മേളനമാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം വരും, INC അധ്യക്ഷനായ ആദ്യ മലയാളി എന്നോ അല്ലെങ്കിൽ ഒരേ ഒരു മലയാളി എന്നോ ചോദ്യം വരും. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. ഗാന്ധിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായരുടെ കൃതിയാണ്. പള്ളിവാസൽ ചോദ്യം വരും. പള്ളിവാസൽ എപ്പോഴാണ്? പള്ളിവാസൽ വർഷം മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതെന്നും ചോദ്യം വരും. അത് പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. രൂപീകൃതമായത് 1940-ലാണ്. 1940-ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി രൂപീകൃതമായത്. അപ്പൊ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ഇനിയും ചോദ്യം വരും. പിന്നെ സിംഹവാലൻ കുരങ്ങുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദ്യം വരും. ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. അവിടെ തന്നെ നമുക്കുള്ള ആൻസർ ഉണ്ട്. ഒന്ന് നോക്കി നോക്ക്. സൈലന്റ് വാലി. വാലി ആരാണ്? വാലി ഭാര്യയാണ്. വാലി ഭാര്യ, വാലൻ ഭർത്താവ്. ഓക്കെ, വാലന്റെ ഭാര്യ വാലി. കിട്ടിയില്ലേ? അപ്പോ സിംഹവാലൻ എന്ന് പറഞ്ഞാൽ അത് വാലി. അവിടെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സിംഹവാലൻ വാലി, വാലൻ വാലി, വാലൻ വാലി. അതുപോലെ തന്നെയാണ് ഇര വര. അതെന്തിനാ പറഞ്ഞ്? ഇരവികുളത്താണ് കേട്ടോ. വരയാടുകളെ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? ഇരവികുളത്താണ്. ഇരവികുളം. ഓക്കെ, അപ്പൊ സിംഹവാലൻ കുരങ്ങുകൾ, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്ന, എങ്ങനെ ചോദ്യം വന്നാലും അതുമായി സിംഹവാലൻ എന്ന് കണ്ട വേഗം പോയി വാലിക്കോ. ഓക്കെ, അപ്പൊ വാലന്റെ ഭാര്യ വാലി. ഓക്കെ, സിംഹവാലൻ, സൈലന്റ് വാലി. ഇനി സൈലന്റ് വാലിയെ കുറിച്ച് വേറെ ഒന്ന് ചോദ്യം വരും. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദ്യം വരും. ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പിന്നെ ചുരങ്ങൾ പ്രധാനപ്പെട്ടത് ഒന്ന് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും, ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. പിന്നെ ഷിപ്ഖില ചുരം. ഷിപ്പ്, ഹിമം. നമുക്ക് കണക്ട് ചെയ്യാം. ഷിപ്പ്, ഹിമം. അതായത് ടൈറ്റാനിക് എന്തിലിടിച്ചിട്ടാണ് തകർന്നത്? മഞ്ഞുകട്ട അഥവാ ഹിമം.
ഓക്കെ, ഹിമം കണക്ട് ചെയ്യുക, മഞ്ഞ് എന്നുള്ളതിനെ ഹിമം കണക്ട് ചെയ്യുക. അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഹിമാചൽ പ്രദേശ് ടിബറ്റ്. ഹിമാചൽ പ്രദേശ് കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഹിമാചൽ പ്രദേശിനെയും ഹിമാചൽ കണക്ട് ചെയ്യാനാണ് ഹിമം കണക്ട് ചെയ്യാൻ ഹിമം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും. പിന്നെ ഉത്തരം പറയാൻ നമുക്ക് എന്ത് വേണം? ലിപ്പ് വേണം. അപ്പൊ ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം എന്താണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും. ഉത്തരം പറയാൻ ലിപ്പ് വേണം, അത് കണക്ട് ചെയ്യണം കേട്ടോ അവിടെ. അപ്പൊ ലിപുലേഖ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണെന്നോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്നോ ചോദ്യം വന്നാൽ ഏതാണ്? അത് ലിപുലേഖ് ചുരമാണ്. പിന്നെ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. ഏതാണ്? നാഥുല ചുരം. ഈ 4 ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രീനഗർ, കാർഗിൽ, സോജില ചുരം. പിന്നെ ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ് ഹിമം എന്താണ്? ഷിപ്പ്. ഓക്കെ, അപ്പൊ ഷിപ്പ് കപ്പൽ കണക്ട് ചെയ്യുക. ഷിപ്കില ചുരം, ലിപുലേഖ് ചുരം. ഉത്തരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ലിപുലേഖ് ചുരം. നാഥുല ചുരം ഏതാണ്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഈ ചുരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഏതാണ്? സോജില ചുരം. ഏതാണ്? സോജില ചുരം. 4 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ലിപുലേഖ് ചുരം വരും, അല്ലെങ്കിൽ ഷിപ്കില ചുരം വരും, അല്ലെങ്കിൽ നാഥുല, അല്ലെങ്കിൽ സോജില. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും പ്രതീക്ഷിച്ചു. ഓക്കെ, ചുരങ്ങൾ എന്നതിന് ഈ 4 എണ്ണം. ഓക്കെ, പിന്നെ കുറെ വട്ടം ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമാണ് ലാഹോർ സമ്മേളനം. ഒന്ന് പ്രതീക്ഷിച്ചു പോയിക്കോ. ഓക്കെ, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം നമ്മുടെ പതാക ആദ്യമായിട്ട് ഉയർത്തിയ സമ്മേളനം കൂടെയാണ് ലാഹോർ സമ്മേളനം 1929. ഈ വർഷം ഒന്ന് പഠിച്ചു വെച്ചോ. നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ 27 കൊടുക്കും, അത് മദ്രാസ് സമ്മേളനത്തിന്റെ വർഷമാണ്, തെറ്റരുത്. 29 നമ്മുടെ ലാഹോർ സമ്മേളനം. ഓപ്ഷൻ എയിൽ ഇയാൾ വന്നിരിക്കുന്നുണ്ടാവും, മാറ്റിക്കളയുക. ഓക്കെ, ഓപ്ഷൻ എയിൽ കിടക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക. 1929 ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദ്യം വന്ന അതാരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു. ബൽഗാം സമ്മേളനത്തിൽ ആദ്യമായിട്ട്, അതായത് ബൽഗാം സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധിജി അധ്യക്ഷനാവുന്നത് കേട്ടോ, അതും പഠിച്ചു വെക്കുക. ഓക്കെ, ഗാന്ധിജി അധ്യക്ഷനാവുന്നത് ബൽഗാം സമ്മേളനം, അതും പഠിച്ചു വെക്കുക. അപ്പൊ 29 ലാഹോർ സമ്മേളനം എന്നുള്ളത് ഓർക്കുക. എന്താണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് അല്ലെ? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. അപ്പൊ അതും പഠിച്ചു വെക്കണം. ഓക്കെ, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏതാണ്? ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വരും. ആരാണ്? ജവഹർലാൽ നെഹ്റു. ലാഹോർ സമ്മേളനം എന്തായാലും പ്രതീക്ഷിച്ചു പോയിക്കോ. ഓക്കെ, അടുത്തത് സംസ്ഥാന പുനഃസംഘടന. സംസ്ഥാന പുനഃസംഘടന എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വരും. ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി ആണ് കേട്ടോ, ജസ്റ്റിസ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി. ഇതെന്താണ്? ഫസൽ അലി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വന്നാലും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? ഫസൽ അലി. ജസ്റ്റിസ് ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായത്. ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം രൂപീകൃതമായത് ഏതാണ്? ആന്ധ്ര സംസ്ഥാനം. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് 1953 കേട്ടോ. 1953. ആരുടെ നിരാഹാരത്തെ തുടർന്നിട്ടാണ്? ആരോ നിരാഹാര സമരം ചെയ്തിട്ടാണ് എന്ത്? ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം രൂപീകൃതമായത്. അപ്പോ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നിരാഹാരം കടഞ്ഞ് മരണമടഞ്ഞ വ്യക്തി ആരാന്ന് ചോദ്യം വരും, അല്ലെങ്കിൽ അന്തരിച്ച വ്യക്തി ആരാന്ന് ചോദ്യം വന്ന അതാരാണ്? ഏത് സംസ്ഥാനം? ആന്ധ്ര സംസ്ഥാനം. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണേ. ആന്ധ്ര സംസ്ഥാനം രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന്റെ ആവശ്യമായി നിരാഹാരം കടന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് ആര്? പോറ്റി ശ്രീരാമലു. ഈ പേരെന്തായാലും പഠിച്ചു വെച്ചോ. എന്താണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്? ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു ആണ് കേട്ടോ. പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത്. എന്താണ്? പോറ്റി ശ്രീരാമലു എന്താണ് അറിയപ്പെടുന്നത്? ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നു. മേ ബി മറ്റൊരു ചോദ്യം വരും, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിക്കും. അത് ടി പ്രകാശം.
ഓക്കെ, ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നതാണ് പോറ്റി ശ്രീരാമലു. അപ്പൊ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നിരാഹാരം കടന്നത് ആരാണ്? അത് പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്തായാലും ചോദ്യം വരും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായത്. 1953. ഓക്കെ, 1953 തന്നെയാണ് ആന്ധ്ര സംസ്ഥാനവും രൂപീകൃതമായത്. ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ഒന്ന് നമ്മൾ പഠിച്ചു, ഫസൽ അലിയാണ് അധ്യക്ഷൻ, ഫസൽ അലി. പിന്നെ ഒന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാളി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറാണ് മറ്റൊരു അംഗം. അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരെന്ന് ചോദ്യം വരും. ആരാണ്? സർദാർ കെ എം പണിക്കറാണ്. സർദാർ കെ എം പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. അധ്യക്ഷനല്ല, ശ്രദ്ധിക്കണം. അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലിയാണ് നമ്മൾ പഠിച്ചു. അംഗമായിരുന്ന മലയാളിയാണ് ആര്? സർദാർ കെ എം പണിക്കർ. മറ്റൊരംഗം കൂടെ ഉണ്ട്, എച്ച് എൻ കുൻസ്രു. ഓക്കെ, അല്ലെങ്കിൽ ഈ രണ്ടാളല്ലാതെ ഉള്ള അംഗമായിരുന്നു, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരെന്ന് മാത്രം ചോദ്യം വന്നാൽ എന്തായാലും സർദാർ കെ എം പണിക്കർ കൊടുക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താ? നമുക്കത് അത്രയും അറിയുന്നതല്ലേ, നമ്മളെ തെറ്റിക്കണ്ടേ. അപ്പോ എച്ച് എൻ കുൻസ്രു. എച്ച് എൻ കുൻസ്രു. എച്ച് എൻ കുൻസ്രു ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മറ്റൊരു വ്യക്തി. അപ്പൊ 3 അംഗങ്ങൾ ആരൊക്കെയാണ്? നമ്മുടെ അധ്യക്ഷനായി ജസ്റ്റിസ് ഫസൽ അലി ഉണ്ട്, മലയാളിയായി സർദാർ കെ എം പണിക്കർ ഉണ്ട്, പിന്നെ എച്ച് എൻ കുൻസ്രു ഉണ്ട്. അപ്പൊ ഈ 3 ആളുകളാണ് ഏതിലുണ്ടായിരുന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഈ 3 പേരുകളും അറിയണം. കാരണം എന്താ? നാട്ടുരാജ്യ സംയോജനം പറഞ്ഞൊരു പരിപാടി പിന്നെ വരുന്നുണ്ട്. നാട്ടുരാജ്യ സംയോജനം, കാരണം അതൊന്നും ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. നാട്ടുരാജ്യ സംയോജനം അതിനാരാണ് നേതൃത്വം നൽകിയത്? സർദാർ കെ എം പണിക്കറാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ ഇതില് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരെന്ന് ചോദ്യം വന്നാൽ അത് വി പി മേനോനാണ്. വി പി മേനോൻ. വി പി മേനോനാണ് കേട്ടോ. വി പി മേനോനാണ്. വി പി മേനോൻ. അവിടെ പോയിട്ട് സർദാർ കെ എം പണിക്കർ കറുപ്പിക്കരുത്. സർദാർ കെ എം പണിക്കർ അല്ലേ, അപ്പൊ സ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. സർദാർ കെ എം പണിക്കർ. സ സംസ്ഥാന പുനഃസംഘടന. സ അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ടത് വി പി മേനോനാണ്. ശ്രദ്ധിച്ച് പഠിക്കണം, നിങ്ങളെ കുഴപ്പിക്കാൻ വരും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഒരു അംഗമായിരുന്ന മലയാളി ആരാന്ന് ചോദ്യം വന്നാൽ അത് സർദാർ കെ എം പണിക്കറാണ്. നാട്ടുരാജ്യ സംയോജനത്തിൽ അംഗമായിരുന്ന ഒരു മലയാളി ആരാന്ന് ചോദ്യം വന്നാൽ അത് വി പി മേനോനാണ്. ഈ രണ്ടും തെറ്റിക്കാതെ എഴുതണം കേട്ടോ. ഈ രണ്ടും തെറ്റിക്കരുത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്തായാലും ചോദ്യം വരും. ഇനി ഞാൻ ഒരു 3 പദ്ധതികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് താലോലം പദ്ധതി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. താലോലം പദ്ധതി. ഒന്ന് താലോലം, മറ്റൊന്ന് മൃതസഞ്ജീവനി, പിന്നെ ഒന്ന് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് താലോലം, മൃതസഞ്ജീവനി, പിന്നെ മിഠായി. ഓക്കെ, ഈ 3 എണ്ണം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. മിഠായി, മിഠായി, ഈ 3 എണ്ണം എന്തായാലും പഠിച്ചു വെച്ചോ. ഓക്കെ, താലോലം എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള മാരക രോഗം ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം. ആ പദ്ധതിയാണ് ഏത്? താലോലം. അപ്പൊ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു അത് താലോലവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വേറെയും വരും, പക്ഷെ PSCക്ക് ചോദിക്കാൻ ഇഷ്ടം എപ്പോഴും താലോലാണ്. അപ്പൊ 18 വയസ്സിന് താഴെ, 18 വയസ്സ് വരെയല്ലേ നമ്മൾ താലോലിക്കുള്ളൂ. ഒന്നാലോചിച്ചോക്ക്, 18 വയസ്സ് കഴിഞ്ഞാൽ താലോലിക്കാൻ വരൂലല്ലോ, പറഞ്ഞുവിടും. ഓക്കെ, അപ്പൊ 18 വയസ്സ് വരെയാണ് നമ്മൾ, അതുവരെ തന്നെ താലോലിക്കുന്നു. എന്നാലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ 18 വയസ്സ് വരെ നമ്മളെ താലോലിക്കൂന്ന് ആലോചിക്കും. ഇങ്ങനെ താലോലിക്കൂല 18 വയസ്സ് വരെ, ഒരു താലോലം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോ താലോലം, താലോലം പദ്ധതി 18 വയസ്സിന് താഴെ മാരക രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള ധനസഹായമാണ് ഏത്? താലോലം. പിന്നെ ഒന്ന് മൃതസഞ്ജീവനി, അത് സഞ്ചി വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏത്? മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ത്? അവയവം ദാനം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ളതാണ് മൃതസഞ്ജീവനി. അപ്പൊ ഒരു ലോജിക്കും ഇല്ലാതെ ആലോചിച്ചോ, അവയവം സഞ്ചിയിലിട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ മൃതസഞ്ജീവനി എന്നത് കിട്ടും. പിന്നെ കുട്ടികളിലെ പ്രമേഹവുമായി ബന്ധപ്പെട്ട, പ്രമേഹം എന്താണ്? ഷുഗർ. അപ്പൊ ഷുഗറുമായി കണക്ട് ചെയ്യാൻ മിഠായി സിമ്പിൾ ആണ്. കുട്ടികളും മിഠായി ആയിട്ട് കണക്ട് ചെയ്യാനും സിമ്പിൾ ആണ്. ഷുഗറുമായി, അതായത് പ്രമേഹവുമായിട്ട് മിഠായിനെ കണക്ട് ചെയ്യാനും സിമ്പിൾ ആണ്. അപ്പൊ ഈ 3 കണക്ഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ,
പ്രമേഹം എന്ന് കണക്ഷൻ വന്നാൽ പിന്നെ കിട്ടുമല്ലോ മിഠായി ആണെന്ന്. ഓക്കെ, കുട്ടികൾ പ്രമേഹം മിഠായി അത്രേ ഉള്ളൂ. അപ്പോൾ കുട്ടികളിലെ പ്രമേഹവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? മിഠായി. ഈ 3 പദ്ധതികളിൽ ഏതെങ്കിലും ഒന്നൊന്ന് പ്രതീക്ഷിച്ച് പോയിക്കോ, ഏതെങ്കിലും ഒന്ന് ചോദ്യം വരും. താലോലം നല്ല പ്രതീക്ഷിച്ച് പോയിക്കോ. 18 വയസ്സിൽ താഴെ കണ്ടോ, 18 വയസ്സ് വരെ താലോലിക്കുള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 18 വയസ്സിൽ താഴെന്ന് കണ്ട താലോലം കറുപ്പിച്ചോ, ആ ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. മൃതസഞ്ജീവനി, സഞ്ചിയിലിട്ടിട്ട് അവയവ കൈമാറ്റം, അവയവം ദാനം ചെയ്യില്ല, അപ്പൊ അവയവം സഞ്ചിയില്, അപ്പൊ മൃതസഞ്ജീവനി. പിന്നെ ഒന്ന് മിഠായി പിന്നെ കിട്ടും. കുട്ടികളിലെ പ്രമേഹമാണ്. കുട്ടികൾ മിഠായി കണക്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. പ്രമേഹം ഷുഗർ കണക്ട് ചെയ്യാനും നമുക്ക് സിമ്പിൾ ആണ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സും ഇതിന് മുമ്പത്തെ ക്ലാസ്സും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നത് എൻ്റെ ഒരു ഉറപ്പാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അത്രയും തവണ പറ്റുന്ന അത്രയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത പലതും ഈ ക്ലാസ്സിലും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വരാൻ അത്രയും ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലാഹോർ സമ്മേളനമൊക്കെ ഞാൻ കുറേ വട്ടം പറഞ്ഞു തന്നു. മന്നത്ത് പത്മനാഭൻ ഞാൻ കുറേ വട്ടം പറഞ്ഞു തന്നു, വരും. മന്നത്ത് പത്മനാഭൻ ഇനിയും പ്രതീക്ഷിച്ചു പോയിക്കോ, വരും. ഓക്കെ, മന്നത്ത് പത്മനാഭൻ ചോദ്യം വരും. പിന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഒന്ന് ശ്രദ്ധിച്ചു പോയിക്കോ, തീർച്ചയായും ചോദ്യം വരും. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇതിൽ ഓരോ കാര്യങ്ങളും ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായും ചോദ്യം വരും. നല്ല രീതിയിൽ മനസ്സിലാക്കിക്കോ, മനസ്സിലാക്കിയിട്ടുണ്ടാവും. നല്ല രീതിയിൽ ഓർമ്മയിൽ ഇരിക്കട്ടെ. ഒന്ന് റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു മാരത്തോൺ തരാം കേട്ടോ. ഓക്കെ, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു മാരത്തോൺ ക്ലാസ്. അപ്പോൾ ആ മാരത്തോൺ ക്ലാസ്സിന്റെ ലാസ്റ്റ് ആവും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. എന്തായാലും ഒരു മാരത്തോൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ എന്തായാലും തീർച്ചയായും തരും. അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇതുവരെ കാണാത്ത ആളുകൾക്ക് കാണാൻ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരെണ്ണം കൂടെ ചെയ്യുന്നത്. ചില ആളുകളിലേക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ, പലരും അയക്കുന്ന ഒരു മെസ്സേജാണ്, സാറേ ക്ലാസ് ഇന്നാണ് കാണാനിടയത്, മുമ്പേ കാണണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് എത്തുന്നവർക്ക് എത്തുള്ളൂ. അപ്പോൾ കൂടുതൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് മാരത്തോൺ പോലത്തെ ക്ലാസ്സുകളാണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കും. പിന്നെ നിങ്ങളും പറ്റുന്ന അത്രയും ആളുകൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുക, മെഡിറ്റേഷനൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിന് പോകുമ്പോൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെൻഷൻ അടിച്ചതുകൊണ്ട് ഉപകാരമായിട്ടൊന്നും കിട്ടാനില്ല. അതായത് നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 2 മാർക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് ടെൻഷൻ അടിച്ചു, 2 മാർക്കെങ്കിൽ അത് കിട്ടുമല്ലോ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ടെൻഷൻ അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടില്ല. നിങ്ങൾ പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ സംഭവം കൂടെ തന്നെ പോയി കിട്ടും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോയി കളയരുത്. ടെൻഷൻ അടിച്ചാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ള മാർക്ക്, അതായത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള അത്രയും മാർക്ക് കൂടെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട, നല്ല ആത്മവിശ്വാസത്തോടു കൂടെ പോയി എക്സാം എഴുതുക. ഒന്ന് ആലോചിച്ചാൽ മതി, ഇത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഈ പഠിച്ചത് എനിക്ക് അവിടെ കൊണ്ടേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എക്സ്ട്രാ നമുക്കൊന്നും ചെയ്യാനുള്ളതില്ല. ഓക്കെ, അപ്പോൾ ഈ പഠിച്ചത് എക്സാക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റാതെ വരും എപ്പോൾ? ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട, ഈ പഠിച്ച കാര്യങ്ങളും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. എന്നെ കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റൂ, അത് ഞാൻ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യും. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിൽ, ബാക്കിയൊക്കെ വിട്ടുകൊടുക്കുക. തീർച്ചയായും നിങ്ങൾ എന്തായാലും ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്യും. സിമ്പിൾ ആയിട്ട് തന്നെ ഇതിന്റെ മെയിൻസും ക്രാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. ബാച്ചിന്റെ ഡീറ്റെയിൽസിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. പിന്നെയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ കമ്പനി ബോർഡ് LGSന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ LGS യൂസ്ഫുൾ ആണ്. VFAക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ LDC ബാച്ചും യൂസ്ഫുൾ ആണ്. കാരണം രണ്ടിന്റെയും സിലബസ് നിങ്ങൾക്കറിയാം, ഏകദേശം ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടിന്റെയും ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ, നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യും എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.